ഹായ് കൂട്ടുകാരെ, പുതുക്കളങ്ങര ഒഴുവത്തറയിൽ നിന്ന് കോയമ്പത്തൂർ ഇഷ ആദിയോഗി ടെമ്പിളിലേക്കുള്ള ഒരു തീർത്ഥയാത്രയാണ് കേട്ടോ. കോയമ്പത്തൂർ പോകുന്ന വഴി പാലക്കാട് ഉള്ള മറൈൻ വേൾഡ് അക്വേറിയം ഒന്ന് കാണാച്ചിട്ട് ഇവിടെ നിന്ന് കയറിയതാട്ടോ അക്വേറിയം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അക്വേറിയം 10 മണിക്ക് തുറക്കുമെന്ന് പറഞ്ഞു, പക്ഷേ 10 മണിക്ക് തുറന്നില്ല, 11 മണിയായി തുറക്കാൻ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അക്വേറിയത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ ബസ്സിൽ വന്ന എല്ലാവരും ഉണ്ട്. മറൈൻ വേൾഡിലേക്ക് പ്രവേശിക്കാനുള്ള ടിക്കറ്റ് ആട്ടോ 150 രൂപയാണ് ടിക്കറ്റ് ചാർജ് ഒരാൾക്ക്, 5 വയസ്സിന് മുകളിലുള്ളവർക്ക്. അങ്ങനെ ഞങ്ങൾ അക്വേറിയത്തിൻ്റെ ഉള്ളിലെത്തിയിട്ടോ. അപ്പോൾ ഫസ്റ്റ് കണ്ട കാഴ്ചയാണ് കുറേ വന്യമൃഗങ്ങളെ കൃത്രിമമായിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ മൃഗങ്ങളും ചലിക്കുന്ന മൃഗങ്ങളാട്ടോ. മറൈൻ വേൾഡിൽ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വന്യമൃഗങ്ങളെല്ലാം കണ്ടതിന് ശേഷം അക്വേറിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഉള്ളിലാണ് അക്വേറിയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പാലക്കാട്ടെ മറൈൻ വേൾഡ് അക്വേറിയത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളാട്ടോ ഈ കാണുന്നതൊക്കെ.
മറൈൻ വേൾഡിലെ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയാണ് കേട്ടോ. നമ്മുടെ തലയ്ക്ക് മീതെ കൂടെയൊക്കെയാണ് ഒരുപാട് മീനുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യേക കടലിൻ്റെ അടിയിൽ കൂടെ പോകുന്ന ഒരു ഫീലാണ് തോന്നുക. നമ്മൾ അക്വേറിയൊക്കെ കണ്ട് ഇറങ്ങിയതിന് ശേഷം ഇവിടെ ഒരുപാട് സ്റ്റാളുകൾ ഉണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അക്വേറിയൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് നാട്ടിൽ നിന്ന് കരുതിയിട്ടുണ്ടായിട്ടോ. വെജിറ്റബിൾ ബിരിയാണി വെച്ച് വണ്ടിയിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഞാൻ ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മറൈൻ വേൾഡിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കോയമ്പത്തൂരിലേക്കുള്ള യാത്ര തുടങ്ങി കേട്ടോ. ഏകദേശം സമയം 1:30 മണി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ ഇഷയിലെത്തിയിട്ടോ. അങ്ങനെ ഗേറ്റ് കവാടാണ് ഈ കാണുന്നത്. വലിയൊരു കരിങ്കല്ലെടുത്ത് വെച്ചിട്ടാണ് ഈ ഗേറ്റ് കവാട ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഈ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലം, ഏക്കർ കണക്കിന് സ്ഥലം കേട്ടോ ഈ ഇഷയുടെ ഈ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള സ്ഥലം. ഒരുപാട് ദൂരം വണ്ടി ഓടിയാലാണ്ട് എത്തുക. പാർക്കിംഗ് സ്ഥലമൊക്കെ 2 സൈഡിലായിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഫീസ് മേടിക്കുന്ന ടോൾ ബൂത്താട്ടോ. 150 രൂപയാണ് ബസ്സിന് ഫീസ് ഈടാക്കുന്നത്. ചെറിയ വണ്ടികൾക്കൊക്കെ കുറവ് റേറ്റേ ഉള്ളൂ. അങ്ങനെ ബസ് ഇറങ്ങിയിട്ട് ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറേ ദൂരം നടക്കാണ്ട്. ഇവിടുന്ന് പ്രതിമ കാണാനില്ല, കുറേ അകലെ നിന്ന് തന്നെ പ്രതിമ കാണും.
അങ്ങനെ നമ്മുടെ ശിവന്റെ പ്രതിമ കണ്ടിട്ടോ കുറേ ദൂരെയാണ് കാണുന്നത്. അങ്ങനെ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ ആയിട്ടായി കാണുന്നത്. ഇവിടെ കാളകൾക്ക് തീറ്റ അവിടെ വെച്ചിട്ടുണ്ട്. 50 രൂപയാണ് ആ ഒരു പ്ലേറ്റ് തീറ്റയ്ക്ക്. അത് നമുക്ക് മേടിച്ച് കാളകൾക്ക് കൊടുക്കാം കേട്ടോ. ശിവന്റെ വാഹനമായിട്ട് സങ്കല്പിച്ചിട്ടാണ് ഈ കാളകളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഭക്തര് വിശ്വാസമുള്ളവരൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ഹായ് കൂട്ടുകാരെ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂർ ഇഷ ആദിയോഗി ടെമ്പിളിലാട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ആദിയോഗി പ്രതിമയുടെ അടുത്തെത്തിയിട്ടോ. ഇപ്പോൾ ഒരു 4:30 മണിയൊക്കെ ആയിരിക്കുന്ന സമയം. ഏകദേശം ഒരു 7:30 മണിക്കാണ് ഇതിൻ്റെ ലൈറ്റ് ഷോ. അപ്പോൾ ഇവിടുന്ന് ഇനി ഒരു കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ധ്യാന കേന്ദ്രം ഉണ്ട്. അവിടേക്ക് കാളവണ്ടിയിൽ പോവാം. ഒരാൾക്ക് 10 രൂപയാണ് ഫീസ്. പിന്നെ നടന്നും പോകാനുള്ള വഴിയേ. അപ്പോൾ വയസ്സായവർക്കും കുട്ടികൾക്കൊക്കെ ഒരു രസമാണ് കാളവണ്ടിയിൽ യാത്ര. അപ്പോൾ അങ്ങനെയും പോവാം, അല്ലാത്തവർക്ക് നടക്കുകയും ചെയ്യാം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ധ്യാന കേന്ദ്രത്തിലേക്ക്. അങ്ങനെ നമ്മൾ ധ്യാന കേന്ദ്രത്തിൻ്റെ ഗേറ്റ് കവാടത്തിൽ എത്തിയിട്ടോ. ഇവിടെ എൻട്രി ഫീസൊന്നുമില്ല. വണ്ടി പാർക്കിന് മാത്രമേ ഫീസ് ഈടാക്കുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും ഫ്രീ ആണ്. നമ്മുടെ ചെരുപ്പോ മൊബൈലോ ബാഗോ ഒക്കെ സൂക്ഷിക്കുന്നതോടൊക്കെ ഫ്രീ ആണ്. ഇതാണ് പ്രവേശന കവാടം. ഇവിടെ മൊബൈല്, ബാഗ്, ക്യാമറ ഒന്നും ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ഒക്കെ നമ്മൾ പുറത്ത് ഫ്രീ ആയിട്ട് സൂക്ഷിക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ. കാളവണ്ടിക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആയിട്ടാണ് കാണുന്നത്. ഒരാൾക്ക് 10 രൂപ. ഇവിടുന്ന് റിട്ടേൺ അങ്ങോട്ടും 10 രൂപ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്ത് പോവാം, ഇല്ലെങ്കിൽ നടന്ന് പോവാം. ഇവിടുത്തെ കാളകളാട്ടോ, ഒരുപാട് കാളകളുണ്ട്. നമ്മുടെ ശിവന്റെ വാഹനല്ലേ, അത് കാരണമാണ് ഇവിടെ ഒരുപാട് കാളകള്. ഈ ഇഷ ധ്യാന കേന്ദ്രം ഏക്കർ കണക്കിന് പരന്ന ഭൂമിയാട്ടോ. അതിന്റെ നടുക്കിലാണ് ഈ ശിവന്റെ പ്രതിമയും ധ്യാന കേന്ദ്രമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുഭാഗവും നല്ല ഉയരത്തിലുള്ള മലകളാണ്. പിന്നെ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം ഒരു 5 മണിയോടൊക്കെ കൂടി ഇവിടെ എത്തുകയാണ് ഏറ്റവും നല്ലത്. അപ്പോഴത്തേക്ക് വെയിലൊക്കെ ഒന്ന് ചൂടാറി പിന്നെ നല്ലൊരു വൈബാണ്. പിന്നെ 7:30 മണിക്ക്, കൃത്യം 7:30 മണിക്ക് ഈ ശിവന്റെ പ്രതിമയിൽ ലൈറ്റ് ഷോ ഉണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത. ഇപ്പൊ സന്ധ്യാസമയം ഒരു 6:30 മണിയായിരിക്കുന്നു കേട്ടോ. അസ്തമയ സമയമായിരിക്കുന്നു. നല്ലൊരു വൈബാണ് ഇവിടെ ഇപ്പോൾ കാണാനുള്ളത്. പിന്നെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് ഷോ ആകുമ്പോഴത്തേക്ക് എല്ലാവരും എത്തും. ഞങ്ങളെത്തിയപ്പോൾ ഇത്ര തിരക്കുണ്ടായില്ല കേട്ടോ. ഇപ്പോൾ ഒരു 6:30 ആയപ്പോഴത്തേക്ക് നല്ല തിരക്കായിരിക്കുന്നു. ശിവന്റെ പ്രതിമയുടെ പിന്നിലൂടെ ഒക്കെ ആളുകൾ നടന്ന് കാണുക കേട്ടോ. പിന്നെ 7 മണിയായിരിക്കുന്നു ഇപ്പോൾ സമയം. അപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റിമാർ വന്നിട്ട് ഫ്രണ്ടിൽ നിന്നവരെല്ലാം അവിടെ ഇരുത്തി. ഒരാളെ പോലും നിൽക്കാൻ അനുവദിക്കുന്നില്ല. ഇരിക്കാൻ പറ്റാത്തവരൊക്കെ ബാക്കിൽ പോയി നിൽക്കാനാണ് പറയണത്. അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ലൈറ്റ് ഷോ തുടങ്ങാറായിരിക്കുന്നു. അങ്ങനെ ലൈറ്റ് ഷോ തുടങ്ങിയിട്ടോ. ആദ്യം ശിവന്റെ തലയിലുള്ള ചന്ദ്രക്കലയാണ് കത്തി തുടങ്ങിയത്. പിന്നെ കാതിലെ 2 കമ്മല് കത്തി. പിന്നെ നെറ്റിയിലെ ഗോപി കത്തി. പിന്നെ തലേന്ന് ഇതാ കത്തി ഇറങ്ങുന്നുണ്ട് കേട്ടോ. തുടങ്ങി കഴിഞ്ഞ ലൈറ്റ് ഷോ.
അങ്ങനെ ലൈറ്റ് ഷോ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ശിവനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ മടങ്ങാട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.